അറിയാൻ പാടില്ല അറിയാൻ പാടില്ല. രാമച്ചന് കുളിക്കണ്ടേ? വെള്ളം വന്നു. എന്നെ കാണണം കേട്ടോടെ മനെ. പിന്നെ ഞാൻ വരൂലേ? നമുക്ക് അടിപൊളി ഭംഗിയല്ലോ. ഭംഗിയ വരും. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ലാസ്റ്റ് വീഡിയോ അച്ഛമ്മയുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതിൽ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ടായിരുന്നു മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞിട്ട്. ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൊള്ളാമെന്നുള്ളത് സത്യം പറയാലോ പേടിച്ച പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വീട്ടിലുള്ള പണികളൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടും എല്ലാം ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അറിയാതിരിക്കാനും വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കണം. ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ സ്നാക്സ് ആയിട്ട് നൊങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നൊങ്ക് സാധാ പോലെ അല്ലാതെ കുറച്ച് ഡിഫറെൻ്റ് ആക്കി വെറൈറ്റി ആക്കിയിട്ട് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുക. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാനില്ലെങ്കിലും അവരതെടുത്ത് കഴിച്ചോളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പോകുമ്പോൾ എന്തായാലും അവർ കരയണം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ജീവിതവും നമ്മുടെ സന്തോഷവും മാത്രം നോക്കാതെ നമ്മളെക്കൊണ്ട് പഠിച്ചോനെ ഏൽപ്പിച്ച കുറച്ച് ഉത്തരവാദിത്തങ്ങളും കൂടെ ചെയ്യാന്നുള്ള ആ ഒരു നിയത്താണ് കേട്ടോ. എവിടെയാ മുടിയാ? തൊട്ടോ എന്നാ ഉണ്ടാക്കണ്ടല്ലോ ഫുഡ്. നീ അല്ലേ കൈ തൊട്ടോ? ഉണ്ടാക്കട്ടമ്മേ. അപ്പോൾ ഇതേ സംഭവം എന്താണെന്ന് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നൊങ്കാണ് ഇവിടെ നൊങ്ക് എന്നാണ് കേട്ടോ പറയുക. ഇംഗ്ലീഷിൽ ഐസ് ആപ്പിൾ എന്ന് പറയും. നിങ്ങളുടെ അവിടെ എന്താ പറയുക അറിയില്ല. ഇത് കണ്ടിട്ടുണ്ടോ കിട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇച്ചു ബേബിക്ക് അത് കട്ട് ചെയ്യണ ഇഷ്ടമല്ല. അവൾക്ക് അങ്ങനെ കഴിക്കാൻ കൊടുക്കണം. പക്ഷെ നമ്മളിത് വേറൊരു സാധനം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഒരു കളിയാണ് കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് ലിപ്സ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കായിരുന്നു. പിന്നെ ഇതേ കട്ട് ചെയ്ത് നല്ലോണം വാഷ് ചെയ്ത് അതിന് ശേഷം ഇതുപോലെ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് സാധാരണ ജെല്ലിയൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ല. അപ്പോൾ അതിന് പകരം നാച്ചുറലായിട്ട് ഇതുപോലെ ഇത് കിട്ടുന്ന സമയത്ത് മാക്സിമം വാങ്ങിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിന് മുമ്പ് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. വെള്ളം തിളയ്ക്കട്ടെ കേട്ടോ. വെള്ളം ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം. ഇപ്പോഴത്തെ നമ്മുടെ സ്കിന്നിൻ്റെ വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഡാർക്ക് സ്പോട്ട്സ് ആണ്. ഇത് വെരി കോമൺ ആണ്. പിന്നെ സ്റ്റബോണും കൂടെ. കാരണങ്ങൾ പലതും ഉണ്ടാവും. ഇപ്പോൾ ആക്നെ സ്കാർസ്, എക്സസീവ് സൺ എക്സ്പോസേഴ്സ്, പിന്നെ അതുപോലെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും വരാം. ഇത് ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. സ്കിന്നിൻ്റെ നാച്ചുറൽ ഗ്ലോ തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹിമാലയ ഡാർക്ക് സ്പോട്ട്സ് ക്ലിയറിംഗ് ടർമറിക് ഫേസ് സീറോ ആണ്. ഇത് 100% ഓർഗാനിക്കലി സോഴ്സ്ഡ് ടെർമറിക് ആണ്. 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നയാസിനമൈഡും ഉണ്ട്. ഇതില്ലേ നമ്മുടെ സ്കിന്നിന് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും വിത്ത് ഹിമാലയ സ്വരസ ടെർമറിക്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആയി ആ ഒരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബെസ്റ്റ് റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി 2 നേരം ഒരു 2-3 ഡ്രോപ്സ് എടുത്തിട്ട് അപ്വേർഡ് സർക്കുലർ മോഷനിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. ഈ ഒരു സിറം ഉണ്ടാക്കുന്നത് വന്നിട്ട് ആയുർവേദത്തിലെ സ്വരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ വഴിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെർമറിക്കിൻ്റെ ഫുൾ ഗുണവും നമുക്ക് കിട്ടും കേട്ടോ. അത് നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കിയിട്ട് ഡാർക്ക് സ്പോട്ടൊക്കെ പെട്ടെന്ന് മാറ്റിയിട്ട് ഒരു സ്പോട്ട്ലെസ് ഗ്ലോ കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹിമാലയ ബ്രാൻഡ് എനിക്ക് നല്ല വിശ്വാസമുള്ളത് അതുപോലെ ഒരുപാട് വർഷമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക, ഹിമാലയാസിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും കിട്ടും. ഇത് നിങ്ങൾ ഇന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 30% ഡിസ്കൗണ്ടും കൂടെ എക്സ്ട്രാ കിട്ടും കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. കയറി ചെക്ക് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ വെള്ളത്തിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയല്ല ഇപ്പോൾ വെല്ലോ അതുപോലെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവാം. പക്ഷേ അതിൻ്റെ കളർ മാറും. അതുകൊണ്ട് ഞാനിപ്പോൾ ഷുഗർ ഇട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഐസ് ആപ്പിൾസ്, അതായത് നമ്മുടെ നൊങ്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ വാങ്ങുന്ന സമയത്ത് മധുരം ഇല്ലാത്തതൊക്കെ കിട്ടൂലേ, ആ സമയത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആക്ച്വലി ഷുഗർ നല്ലതല്ല നമുക്ക്. ഞാൻ ഷുഗർ കട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒന്ന് ട്രൈ ചെയ്തോ. മനസ്സിലായോ? കമ്പിളി പുഴുവില്ലേ, മറ്റേ സാധനം കറുപ്പ് ഒരുമാതിരി വൃത്തിയായിട്ട പനിക്കട്ട പോലെയുള്ള സാധനമല്ലേ, അതിനെയാണ് പറയുന്നത്.
അയച്ചൻ അതിനെ വിളിക്കണത് എങ്ങനെയാണെന്നറിയോ? ഇത്തിരി സ്നേഹത്തോടെ അതിനാരും ഇതുവരെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവില്ല. കമ്പിളി പൂച്ചു. ഇവിടെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ അവിടെ അതുപോലെ ഉണ്ടോന്നുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. പിന്നെ അത് വരാതിരിക്കാൻ എന്താ ചെയ്യാ? വന്നാൽ അതിനെ കൊല്ലാൻ തല്ലിക്കൊന്നാ മതി എന്ന് പറയും. എന്നാലും അതല്ലാതെ എന്തെങ്കിലും ഇതുണ്ടോ? വയലൻസ് ഇസ് നോട്ട് ദി ആൻസർ. നങ്ക് ഓടിപ്പോയി കുറച്ചപ്പോഴാണ്. നങ്ക് ഓടിപ്പോയി, എങ്ങോട്ടോ പോയി നങ്ക്. കഴിഞ്ഞ് നോക്ക്, നങ്ക് ഓടി, പാത്രത്തിൽ നിന്ന് ചാടി ചാടി പോയി. ഇതിലും ഇല്ല നങ്ക്. ഇതിലും ഇല്ല നങ്ക്. ഉണ്ടാക്കിയിട്ട് തരാട്ടോ. ഇത് നമുക്ക് ആക്ച്വലി ഫുള്ളായിട്ട് ഒരുപാട് കുക്ക് ചെയ്യണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഫ്രൂട്ടാണ്, നമുക്ക് അങ്ങനെ കഴിക്കാം. പക്ഷെ ആ ഒരു മധുരമൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങി കിട്ടാനും വേണ്ടിയിട്ട് ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു കളർ ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ടൊരു 3-4 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ബേക്കറി സാധനങ്ങൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ക്രേവിങ്സ് ഉണ്ട്, അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കാനായിട്ട് പറ്റും. അധികം പരിപാടിയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ അതിലുള്ള ആ ഒരു ബബിൾസ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനിയിപ്പോൾ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പിസ്ത ബദാമും കൂടി മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുറേ നേരം കഴിയുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജലാറ്റിൻ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ജെല്ലി രൂപത്തിൽ വരും. കളറും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബീട്രൂട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അട്രാക്റ്റീവായിട്ട് കുട്ടികൾക്ക് നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളത്തേക്ക് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ മക്കൾ എന്തായാലും സമ്മതിക്കൂല. അപ്പോൾ അവരെ കരയിക്കാതിരിക്കാനും വേണ്ടിയിട്ട് അപ്പളിക്കപ്പം തന്നെ 2 പേർക്കുള്ളത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാൻ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇവരെ കരയിക്കാതെ നമുക്ക് പോകാമെന്നുള്ള ആ ഒരു വിശ്വാസമാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്തും നല്ല മനസ്സിൽ ടെൻഷനുണ്ട്. കാരണം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. തലേ ദിവസം മഴ വരുമോ എന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല. നോക്കിയ സമയത്ത് അവിടെ അച്ഛമ്മൻ്റെ അവിടെ ഭയങ്കരമായിട്ടുള്ള മഴയായിട്ട് അവിടുത്തെ വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് അവിടെ ഇരിക്കാനും മാറി നിൽക്കാനോ ഒന്നും തന്നെ സ്ഥലമില്ല. മഴ കൂടെ എനിക്ക് ഇങ്ങനെ മനസ്സിൽ ബേജാറായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. രാത്രിയൊക്കെ മഴ ഇങ്ങനെ വരുമ്പോൾ അവരവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, മഴ നനയുന്നുണ്ടോ, അതായത് വെറുതെ ടാർപ്പായി ചുറ്റിയതിലാണ് അവർ നിൽക്കുന്നത്. വയസ്സായ ആൾക്കാരല്ലേ, എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ എത്രയും പെട്ടെന്ന് പണി തീർക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ വേഗം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഒരു 4 ദിവസം അവർ സഫർ ചെയ്യേണ്ടി വരും. പിന്നെ അച്ഛമ്മൻ്റെ ബ്രദർ ഉണ്ടല്ലോ, അവർക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ല. അച്ഛമ്മക്ക് മറ്റേ കുട്ടികളുടെ വീട്ടിൽ പോയി താമസിക്കാം, പക്ഷേ ആളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനിവിടെ തന്നെ നിൽക്കുകയാണ്. അവനെ ഒറ്റയ്ക്കാക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ നമുക്കൊന്നും എതിർത്ത് പറയാനും പറ്റൂലല്ലോ. പിന്നെ അതിന് ശേഷം എന്തേ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബസ് സ്റ്റാൻഡിലുള്ള നമ്മുടെ ദയാലയത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഓഫീസാണ് ഇത്. എനിക്കിത് താൽക്കാലികമായിട്ട് പൂട്ടേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ സാധനങ്ങൾ വെക്കുന്ന സമയത്ത് എലി വന്ന് നശിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും നശിപ്പിച്ച് കഴിഞ്ഞാൽ വിഷമല്ലേ. അങ്ങനെ സാധനങ്ങളൊക്കെ വീട്ടിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ ഒരു സർപ്രൈസും ഉണ്ട്, അത് ഞാൻ പിന്നെ പറയും എന്താ സംഭവം എന്നുള്ളത്. പിന്നെ അത് അച്ഛമ്മയുടെ വീട്ടിൽ പോയി വന്നതിന് ശേഷം നമുക്ക് ഒറ്റപ്പാലം ഇക്കാടെ ബുക്ക് സ്റ്റാളിലേക്ക് പോകണമായിരുന്നു. അവിടെ കുറച്ച് സാധനങ്ങളും കൊടുക്കാനുണ്ട്. പിന്നെ സിലു ട്രേഡേഴ്സിന് വീഡിയോ ഇടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ടുള്ളത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ ഷോപ്പുകളുള്ളത്. ബുക്ക് സ്റ്റാളുണ്ട്, അമ്മ ബുക്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ അച്ഛമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബേക്കറിയിൽ നിർത്തി. അവർക്ക് 2 പേർക്കും പല്ലില്ല, അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസ്ക്കറ്റ് പോലെ ചായയിൽ മുക്കി കഴിക്കാനുള്ളത്, ബ്രെഡ്, അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസും കാര്യങ്ങളും വാങ്ങിയിട്ടാണ് നമ്മളിതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനും പറ്റൂല. അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസമായിരുന്നു അന്ന്. എനിക്ക് പെട്ടെന്ന് എത്തണം എന്നുണ്ട്, പക്ഷെ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ കഴിയണ്ടേ. മഴ വന്നൂലേ, പേടിയുണ്ടായിരുന്നു നിങ്ങൾ നനയുണ്ടാവും. കുറച്ച്
ബിസ്ക്കറ്റും സ്നാക്സും ഉണ്ട്. അതെ അങ്ങനെ എനിക്ക് തന്നെ അല്ല ഇതിന്റെ ഉള്ളിലാണോ കിടന്നത്? വെള്ളമൊക്കെ അങ്ങോട്ട് കയറി മഴ പെയ്തില്ലേ? എനിക്ക് അവിടെ നല്ല മഴ പെയ്തപ്പോ തന്നെ മഴ പെയ്തില്ല ഇവിടെ. ഒന്ന് പാറി കൊണ്ടുപോയി സാരമില്ല. എന്റെ പൊന്നുമോനെ നനച്ചു പൊന്നേ നന്നായി. അറിയാൻ പാടില്ല, അടിപൊളിയാക്കൂല നമ്മള്. ദൈവമുണ്ട്. എന്റെ സന്തോഷണേക്ക് എന്റെ പൊന്നുമകനും ഉണ്ട് സ്വത്ത്. സമാധാനായില്ലേ? ഓ ആവു എങ്ങനെ അങ്ങനെ ഇത് വന്ന പോലെ പടച്ചൻ വന്ന് നിലയിറങ്ങി. ഞാൻ മുക്കാലും അതിന്റെ വിളിച്ചിട്ട് പത്തമ്പുരാനെ അല്ലാ കഴിച്ചാ എന്തെങ്കിലും? ഓ ഉച്ചക്ക് കഴിച്ചു. ഇനിയിപ്പോ ചായ കുടിക്കുമ്പോ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. ഓ എന്റെ മഴയൊക്കെ കൊണ്ടുവന്നു. വിശക്കണ സമയത്ത് ചോറ് തന്നെ വെച്ച് കഷ്ടപ്പെടണമെന്നില്ല. അതില്ല എന്തെങ്കിലും കഴിച്ചാലും മതി. ഇനി അപ്പഴഞ്ഞി എന്നെ കാണണം കേട്ടോടെ മനെ. പിന്നെ ഞാൻ വരൂലേ? എന്റെ പൊന്നു മോനെ സ്വത്ത. ഓ അപ്പൊ നമുക്ക് അടിപൊളി ഭംഗിയായല്ലോ. കേക്കറന്നു ഹൈറ്റ് ആയില്ലേ? ആയിട്ടായി. നോക്കട്ടെ അങ്ങോട്ട് കാണിക്ക്. നിങ്ങൾക്കറിയാലോ പാലക്കാട് ഭയങ്കര ചൂടാണ് കേട്ടോ. അവിടെ ചുറ്റും മരങ്ങളുണ്ടായിട്ടും ഞാനവിടെ ഇരിക്കുമ്പോൾ ഒരിത്തിരി തണുപ്പോ അല്ലെങ്കിൽ കാറ്റോ പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ചൂടെടുക്കാത്ത രീതിയിലുള്ള മെറ്റീരിയൽ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോന്നും നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പറയാണ് ഇവര് ഇറങ്ങാൻ പറ്റിയില്ല അല്ലേ? ഉറങ്ങാൻ പറ്റിയില്ല. മഴ ചണ്ടുപൊട്ടി വരാം. മഴയും അവിടെ ഉണ്ട് മഴ. ഇന്നലെ മഴ ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കൊരു സമാധാനം. പിന്നെ നോക്കിയപ്പോ അപ്പോഴറിഞ്ഞത് ഇവിടെ മഴ ഉണ്ട്. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കണ്ടേ മഴ വരണ്ടാന്ന്. എന്നിട്ട് എനിക്ക് തോന്നി ഇതിനകത്തായിരിക്കും നിങ്ങള് തുറന്നു വിട്ടു. അങ്ങനെ ഇരുതല കൊടുത്തി. ഇവിടെ ക്ലീൻ ആക്കാനുള്ള ആൾക്കാരനെ ആരെങ്കിലും വിളിക്കോ നിങ്ങള്? ഈ കിണറിന്റെ ഭാഗം ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ ഇവിടെ കുറ്റി അടിച്ചൊന്നും ഇതാക്കി തരാം. വരാണെങ്കിൽ കാണുമ്പോ തന്നെ പേടി. അച്ഛനോടെ പ്രാർത്ഥന ഉണ്ടല്ലോ, അതന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കിടക്കുമ്പോ. എന്താണറിയോ എന്റെ പൊന്നും മക്കൾ ഇതൊക്കെ ശരിയായിട്ട് അച്ഛൻ ഇതിൽ കിടക്കുന്ന സമയത്ത് എപ്പോഴും എന്നെ ഓർമ്മ വരുമല്ലോ. എന്താ എന്റെ പൊന്നും മകള് എനിക്ക് നേരെ എന്റെ ആത്മാവങ്ങൾ പറയുന്നവരെ ഞാൻ വിളിക്കും. അത്രയേ ഉള്ളൂ. മരിക്കണ വരെയും ഇനി സമാധാനത്തോടെ പേടിയില്ലാണ്ട് കിടക്കണം. അതിനാണ് എന്റെ തന്നെ എന്റെ മകൾ കോടീസ് പ്രജയാണ്. അങ്ങനെ ആയില്ലെങ്കിലും അല്ല അങ്ങനെയൊക്കെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നു. തന്നല്ലോ എന്റെ പൊന്നും അത് തന്നില്ലേ ദേവലോകം കൊണ്ട് ഇറങ്ങി പോയി. എന്റെ പൊന്നു വേണ്ട പാവം. എന്നിട്ട് എല്ലാം ഒരുക്കിട്ട് ഉണ്ണിയോറ് അവിടെ വട്ടി കുടിച്ചോ. ഞാൻ വിട്ടിട്ട് വന്ന് കരയുണ്ടായിരുന്നു. ജാക്കറിന്റെ അങ്ങോട്ട് പോണം ടൗണിൽ തന്നെ. മകരാജ് തരാൻ പറ്റില്ലല്ലോ പൊന്നിനെ. ഞാൻ വരും. അപ്പൊ ഇന്ന് വന്നില്ലേ? പണി കഴിയും ഓടി പടഞ്ഞു വന്നാണ്. ഇരുട്ടായാലും കുഴപ്പമില്ല, എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കണ്ട എന്റെ മകനും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊരു ധൈര്യം. ഈ ഭൂമിയിൽ ജനിച്ച അന്ന് തൊട്ടിട്ട് ഈ ദിവസം വരെയും ഒരു സുഖ സൗകര്യങ്ങളും എന്താന്ന് പോലും അറിയാത്ത ഈ ജീവനുകളുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം എന്നോ അല്ലെങ്കിൽ അനുഗ്രഹം എന്നോ പറയാം ഇവരുടെ ഈ പ്രാർത്ഥന എന്നുള്ളത്. ഏറ്റവും വലിയ എനിക്ക് തോന്നാറുണ്ട് അവിടെ എത്തുന്ന സമയത്തൊക്കെ ഈ ഭൂമിയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യശാലിയായിട്ടുള്ള ഒരു പെണ്ണാണ് ഞാൻ എന്നുള്ളത്. കാരണം അച്ഛമ്മയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ പ്രാർത്ഥനയും ഇന്നാളെ ആരോ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പടച്ചോൻ്റെ അർഷിലാണ് അത് തട്ടുക എന്നുള്ളത്. സത്യമാണ് കേട്ടോ, അത്രയ്ക്ക് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഹലോ, ബിസ്ക്കറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ചായ കുടിക്കുമ്പോൾ കുടിച്ചോളേ.
രാമച്ചന് കുളിക്കണ്ടേ? എപ്പോഴാ കുളിക്കാ? വെള്ളം ചൂടാക്കി കൊടുക്കണം. എന്റെ പൊന്നു മകന് കോടാതെ കൂടി പടച്ച തമ്പുരം കാക്കട്ടമ്മ നിങ്ങൾക്ക് കിട്ടും പോയവിടെ വളങ്ങി വെട്ടെ. സന്തോഷായ അതല്ല ഞാൻ വളങ്ങി വെട്ടെ, അല്ലെങ്കിൽ എന്നാ പറയൂ എന്റെ പൊന്നു മകന്. നല്ല ഇരുട്ടായതുകൊണ്ടൊന്നും കാണുന്നില്ല. പക്ഷെ നമ്മള് ഇനി രാവിലെ വന്നിട്ട് ഒക്കെ കാണിച്ചു തരാം എന്താ അവസ്ഥ. ഏകദേശം മുകളില് ഷീറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഹൈറ്റിൽ ഇരുമ്പിൽ ചെയ്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അടുത്തത് നാളെ വേറെ കുറച്ച് പരിപാടികൾ, അതിനപ്പുറത്ത് കുറച്ച് പരിപാടികൾ എല്ലാം കൂടെ ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് കാണിച്ചിട്ടുണ്ട്. രാമച്ചൻ ഇതിന്റെ ഉള്ളിലാണല്ലേ കിടന്നത്. ഇതാണ് രാമച്ചന്റെ ബെഡ്റൂം. എന്താ ഇവിടെയൊക്കെ ഭംഗിയാക്കി തരണ്ടേ? കൊറേ പണികളുണ്ട് ഇവിടെ. നിങ്ങൾ എത്തുമ്പോ എത്ര 8 മണിയാവും. എന്നെ വിളിച്ചാ? എന്തേ എന്തേ? അതിട്ടാ അതിന് വൃത്തിയുണ്ടോ? വൈറ്റ് കളർ കിട്ടും ചെയ്യും. പെയിന്റ് ഒന്നും അടിക്കാൻ പറ്റും. പെയിന്റ് അടിക്കുന്ന ആവശ്യമില്ല, പെയിന്റ് അടിച്ചാൽ ഇതാണെങ്കിൽ മതിയല്ലോ. നല്ല വൃത്തിയുണ്ട്. ബോർഡ് വർക്ക് ഞാനും മനസ്സിൽ വിചാരിച്ചിട്ടാ. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അവർക്ക് പണിക്കാർക്ക് വേണ്ട കാര്യങ്ങളും ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഒറ്റപ്പാലത്തേക്ക് വന്നു. അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ ഷോപ്പിലേക്ക് വന്നു. സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും തന്നെ ഞാൻ നല്ലോണം ടയേർഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്കാക്ക് ഇവിടെ ഇക്കാൻ്റെ ചാനലിടാനും വേണ്ടിയിട്ട് വീഡിയോ എടുത്തു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഷോപ്പ് വന്നിട്ട് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ്, അതായത് ഗാന്ധി പ്രതിമയുടെ തൊട്ട് അടുത്തുള്ള കോംപ്ലക്സിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ്. അവിടെ കുറേ ഓഫർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ സിലു ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ ബാഗൊക്കെ 75 റുപ്പീസിനാണ് ഇവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ 250ക്കുള്ള ബാഗ് അങ്ങനെ എല്ലാം ഉണ്ട്. കുറേ ബുക്സ് കാര്യങ്ങൾ, 10 ബുക്സ് വാങ്ങിയാൽ 12 ബുക്ക് ഫ്രീ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബുക്സൊക്കെ വാങ്ങാൻ അധികം പൈസ ഒന്നും ഇല്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഓഫറിൽ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം. ചെമ്മയുടെ വീടിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഒരുപാട് പ്ലാൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു തടസ്സവും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകാനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന, അകമഴിഞ്ഞ പ്രാർത്ഥന എനിക്ക് വേണം കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെന്താ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.